ഇപ്പോൾ എന്തിനാ കെ സുധാകരൻ പത്രസമ്മേളനം നടത്തിയത്? മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എന്തിനാ? പാലക്കാട് വരുന്നാൻ പോകുന്നേ ഉള്ളൂ. വി ഡി സതീശൻ DCC ഓഫീസിൽ എത്തിയതേ ഉള്ളൂ എറണാകുളത്ത്. കെ സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ കുഴപ്പത്തിലാക്കിയിട്ടില്ല. അതാ ഇപ്പോൾ നോക്കൂ, പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. പാലക്കാട് ഈ മൂത്താൻതറയിൽ BJP നേടുന്നു എന്ന് പറഞ്ഞല്ലോ, BJP ആണ് ലീഡ്. പക്ഷേ അവിടെ നേരത്തെ ഈ UDF-ന് കടന്നു കയറാൻ പറ്റാത്ത ബൂത്തുകൾ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്കൊക്കെ അവർക്ക് കടന്നു കയറി വോട്ട് ചോദിക്കാൻ സാധിച്ചു. അവിടെ 118 വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ 2021-ൽ 20 വോട്ടും 2024-ൽ 36 വോട്ടും കിട്ടിയെടുത്താണ് ഇന്ന് ഇപ്രാവശ്യം 118 വോട്ടുകൾ. ഇപ്പോൾ സന്ദീപ് വാര്യർ പ്രതികരിക്കുന്നു. മൂത്താൻതറ പറഞ്ഞപ്പോഴേക്കും സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP-യുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിലുണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടെന്നാണ്. നഗരസഭയിൽ ഇപ്പോൾ UDF ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം സന്ദീപ് എഫക്റ്റാണോ? എന്താ സംശയം? പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതിക്കൊടുത്ത ഈ BJP-യുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ. K സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു. ആ പാർട്ടി ഞാൻ ഒരിക്കലും പറയില്ല. UDF-ന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകുന്നു. അങ്ങയുടെ ഒരു സ്വാധീനം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നിസ്സാരക്കാരനാണ്. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. ഒരു പ്രതികാരവുമില്ല. ഞാൻ വളരെ നിസ്വാർത്ഥനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. ഞാൻ പാവപ്പെട്ടവനാണ്. ആരാ പറഞ്ഞത്? മലയാളിയല്ലേ പറഞ്ഞത്? സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെന്റ്, K സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇനി മുനിസിപ്പാലിറ്റിയും BJP-യുടെ കയ്യിൽ നിന്ന് പോകുമെന്നും സന്ദീപ് വാര്യർ പ്രവചിക്കുന്നു. അത് ശരിയുമാണ്. ഞാൻ പറയട്ടെ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ BJP-ക്ക് ഏറ്റവും സാധ്യത തുറന്നിട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പായി നടന്നത്. പക്ഷേ ഇവിടെ ഈ സന്ദീപ് വാര്യർ വീമ്പിളക്കുന്നത് പോലെ സന്ദീപ് വാര്യരുടെ കരുത്തിൽ കയറിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ശ്രീകണ്ഠന്റെ മികവാണ് നമ്മൾ നഗരസഭയിൽ കണ്ടത്. പിരാരിയിൽ കാണാൻ പോകുന്നത് ഷാഫിയുടെ മികവാണ്. ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലാതെ സന്ദീപ് വാര്യർ പോയി സന്ദീപ് വാര്യർ വന്ന് വോട്ട് പിടിച്ചു. കോൺഗ്രസ് വോട്ട് പിടിച്ച ഇതിപ്പോ വലിയ വീമ്പ് പറയാണ്. പക്ഷേ K സുരേന്ദ്രൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്. ആ വൃത്തിയായിട്ട് അവിടെ ചെയ്തിട്ടുമുണ്ട്. അത് വോട്ട് ഉയരാത്തതിന്റെ പേരിൽ തള്ളി പറയാനും മാത്രം സന്ദീപ് വാര്യർ വന്നത് എവിടെ നിന്നാണ്, നിൽക്കുന്നത് എവിടെയാണ്, RSS-ന് എന്തായാലും സ്ഥലം വിട്ടുകൊടുക്കാൻ പോകുന്നു. സന്ദീപ് വാര്യർ അത് എവിടെയെങ്കിലും ഒന്ന് ഉറക്കട്ടെ. അതെ, സന്ദീപ് വാര്യർ എന്ത് പറഞ്ഞാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭീഷണി ഉയർത്തുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അടുത്ത മുനിസിപ്പാലിറ്റി വോട്ട് കിട്ടി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അവിടെ പ്രചാരണത്തിൽ പോകാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പാർട്ടി തന്നെയായിരുന്നു BJP. BJP-ക്ക്
വിജയിച്ചു വരാൻ പറ്റുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ അത് വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് പാലക്കാട് ഇനി ഒരു സാധ്യതയാണോ എന്ന് കൂടി BJP അന്വേഷിക്കേണ്ടി വരും. മാത്രവുമല്ല, അടുത്ത ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പിൽ സന്ദീപിന്റെ സീറ്റിലുള്ള കളമൊരുങ്ങി എന്നാണ് പരക്കെയുള്ള സംസാരം. സ്വാഭാവികമായും അവിടെ ഈ സമുദായത്തിനടക്കം വലിയ നിർണായക സ്വാധീനം ഒറ്റപ്പാലം മണ്ഡലത്തിലുണ്ട് എന്നാണ് കണക്കുകൾ. അവിടെ ഹരിഗോവിന്ദന്റെ ഒരു പ്രോമിസും അതായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സരിൻ മത്സരിച്ച മണ്ഡലം അവിടെ സന്ദീപ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കേൾവിയുമുണ്ട്. നമുക്ക് നോക്കാം. ചേലക്കരയിൽ 7 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ 9228. ഇനി ഏകദേശം അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു അവിടെ ത്രികോണ മത്സരം ഇല്ല. എവിടെ? പാലക്കാട് ത്രികോണ മത്സരം ഉണ്ടോ? ത്രികോണ മത്സരം ഉണ്ടോ? ആണോ? BJP തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസം ഇപ്പൊ വരുന്നുള്ളൂ. LDF ഒരു പക്ഷേ LDF 2ാം സ്ഥാനത്തേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലാണ് അവിടെ മത്സരം. പക്ഷെ അതുകൊണ്ടാണല്ലോ 1388 എന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 1388 എത്തിയിരിക്കുന്നു. 10,000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ. മുനിസിപ്പാലിറ്റിയിൽ 6 ബൂത്തുകൾ കൂടി. പാലക്കാട് ടീ ബ്രേക്ക് ആണ്. അതുകൊണ്ടാണ് ടൈം ഡിലേ. നമുക്ക് ടീ ബ്രേക്ക് ഉണ്ടോ? നമുക്ക് ടീ ബ്രേക്ക് ഇല്ല. നമുക്ക് ടീ ബ്രേക്കേ ഇല്ല. ടീ ബ്രേക്ക് ഉണ്ടോ? കൗണ്ടിങ് സാധാരണ കൊടുക്കാറുള്ളതല്ല. പക്ഷേ രണ്ടുപേരും ഭയങ്കരമായിട്ട് ബ്രേക്ക് എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ. അല്ല, ഒരു കാര്യം എന്താണെന്നറിയോ, ഈ UDF 7 റൗണ്ട് എണ്ണിയപ്പോ 27,978 വോട്ട്, BJPക്ക് 26,900 സംതിങ്, LDFന് 15,151 വോട്ട്. അതെ, അത്ര കിട്ടിയുള്ളൂ. അപ്പോൾ 7 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ചേലക്കരയിൽ നിന്നുള്ള കണക്കുകൾ 9,228. പാർട്ടി CPIM മണ്ഡലം ചേലക്കര. നല്ലതാണ്. പേര് UR പ്രദീപ്. മത്സരിച്ചത് LDF. ചിഹ്നം അരിവാൾ ചുറ്റിക. സർക്കാരിന്റെ ഭരണവിരുദ്ധ പ്രകാരം അളന്ന മത്സരം. അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചേലക്കരയിലെ റിസൾട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 9,228 വോട്ടുകൾ. പ്രദീപേട്ടന് പാട്ട് പാടാൻ അറിയാമോ എന്തോ? പാട്ടും പാടി പ്രദീപ് എന്ന് കൊടുക്കാമായിരുന്നു. അതെ, ഇല്ല, പ്രദീപ് പാട്ടൊന്നും പാടുന്നില്ല. 9,637. വീണ്ടും പ്രിയങ്ക ലീഡ് ഉയർത്തുന്നു. 2,35,238. പ്രിയങ്ക ലീഡ് ഉയർത്തുന്നു. 2,35,238 എന്ന ലീഡിലേക്ക് ഒരുപക്ഷെ 4 ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 2,35,238. അതായത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നവ്യ ഹരിദാസും സത്യൻ മൊകേരിയുടെയും വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല. അതാണ് 9% ഇടിവുണ്ടാവാനുള്ള കാരണം. അത് പ്രിയങ്ക ഗാന്ധിയിൽ വോട്ട് നിലയെ ഒട്ടും ബാധിച്ചിട്ടില്ല. ലീഗ് കൃത്യമായിട്ട് വോട്ടുകൾ പോൾ ചെയ്തു. കോൺഗ്രസിന്റെ വോട്ടുകളും വയനാട്ടിൽ കൃത്യമായിട്ട് പോൾ ചെയ്തു. കോൺഗ്രസിനും സിദ്ദീഖിനും IC ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ സന്തോഷിക്കാം. നിങ്ങൾക്ക് വയനാട്ടിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ലീഡ് നില വർദ്ധിക്കുന്നു. പാതിയാകുമ്പോൾ തന്നെ 2,35,000 വോട്ടുകൾക്ക് നിലവിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ്. ഒരുപക്ഷെ 5 ലക്ഷം എന്നുള്ളതും അസാധ്യമല്ല എന്നതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അങ്ങനെയാണ് അവിടെയാണ് വിജയം. ശരിക്കും പോളിംഗ് ഉയരുമ്പോൾ രാഹുൽ നേടുന്നതിനേക്കാൾ പോളിംഗ് കുറഞ്ഞപ്പോൾ പ്രിയങ്ക നേടുന്ന ഭൂരിപക്ഷം ഇറ്റ് മാറ്റേഴ്സ്. നാഷണലിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി എടുത്തു 48, NDA 28. മഹാരാഷ്ട്ര BJP 128, ശിവസേന ഷിൻഡെ 55, NCP അജിത്ത് 35. ചെറിയൊരു ചലനം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 9,600 നിന്ന് 9,281 ഒരുപക്ഷെ ചേലക്കരയായിരിക്കും അല്ലേ? ചേലക്കര അടക്കം ഇപ്പോൾ 7ാമത്തെ റൗണ്ട് അല്ലേ? 9,281 വോട്ടുകൾ. ഒരു കാര്യം ഉറപ്പാണ്, 6 റൗണ്ടുകൾ 10,000-ന് മേലേക്ക് കടന്നു കഴിഞ്ഞു. നോക്കൂ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടൽ വിജയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രത്തോളം ആക്രമിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? വ്യക്തിപരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. വരുത്തൻ എന്ന പ്രയോഗം വരുന്നു. പത്തനംതിട്ടയിൽ നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയാണ് നിശ്ചയിച്ചതെന്ന് പറഞ്ഞ K. മുരളീധരന്റെ പേര് പറഞ്ഞ് ആദ്യം കത്ത് വരുന്നു. ട്രോളി വിവാദം വരുന്നു. പിന്നെ വ്യാജ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. ഈ തരത്തിൽ പരിധിവരെയല്ല, പൂർണ്ണമായും ആയിക്കോട്ടെ, കത്തൊക്കെ വന്നാലും നോക്കൂ, അപ്പുറത്ത് മറ്റു പേരൊക്കെ വന്നിട്ടുണ്ട്. ജില്ലാ ഘടകം ഒരു പേര് നോക്കൂ. ഈ ജയിച്ചു കഴിയുമ്പോൾ ആയിക്കോട്ടെ, കത്തുണ്ട്. ആ കത്തിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ ആ വാദം പറയുന്നത് എന്തൊരു ദുർബലമായ വാദമാണ്. മാഡം പറയുന്ന
രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കേട്ടാൽ ഉടനെ പാലക്കാട്ടുകാർ മുഴുവൻ വിജയം അങ്ങ് കൈവച്ചു ഒറ്റ കാര്യമുള്ളൂ. മത്സരിക്കാൻ പാടില്ല. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടിട്ടും അവിടെ വിജയിക്കുന്ന നിങ്ങൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ അവിടെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട അല്ലല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും അവിടെ ഏശിയിട്ടില്ല. ജനങ്ങൾ അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയിൽ ഞാനൊന്നും അല്ല സ്മൃതി, ഇതിനകത്ത് രണ്ട് വിഷയം. ഒന്ന്, കത്ത് വിവാദം പുറത്തുവിട്ടത് CPM ആണോ? കത്ത് പുറത്തുവിട്ടത് CPM ആണോ? കത്ത് പുറത്തുവിട്ടത് DCC-യിൽ നിന്നാണ്. കത്ത് പുറത്തുവിട്ടത് ACC-യിൽ നിന്നാണ്, കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. പറഞ്ഞത് കെ മുരളീധരനാണ്. അല്ല, സ്മൃതിക്കുള്ള മറുപടിയാണ്. അപ്പോൾ കത്ത് പുറത്തുവിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ രാഹുലിനെ ആക്രമിച്ചതാരാ? അത് കോൺഗ്രസിനുള്ളിൽ നിന്നല്ലേ? കോൺഗ്രസിനുള്ളിൽ ഒരാക്രമണവും എന്തായാലും പാലക്കാട് കത്ത് പുറത്തു വന്നാൽ ഒരു മിനിറ്റ് അപ്പാ. ആ കത്തിൽ വേറൊരു പേര് കെ മുരളീധരന്റെ പേര് പറയുന്ന കേക്കോ? അത് പുറത്തു വന്നാലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചും അപ്പുറത്ത് മറ്റൊരു പേര് പറഞ്ഞിരുന്നില്ല. ആ പേര് പുറത്തു വന്നിരുന്നല്ലോ. എങ്ങനെ? എന്തിനാണ് കത്ത് എഴുതുന്നത്? 15-ം തീയതി മോറിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിയോജിപ്പുള്ളൂ. അതായത് പെട്ടി പറയുന്നേ, പെട്ടി പറയൂ. അത് കത്ത് പറയാലോ. കത്ത് പറഞ്ഞു വന്നതാരാ? കത്ത് പുറത്തുവിട്ടതാരാ? അത് കോൺഗ്രസ് ആണ്. അപ്പോൾ രാഹുലിനെ ആക്രമിച്ചതാരാ? കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗമാണ്. ഇനി നമ്പർ 2, സരിനെ പുറത്തു കൊണ്ടുവന്നത് CPM ആണോ? സരിൻ എങ്ങനെയാ പുറത്തു വന്നത്? സരിൻ സ്വന്തം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നയാളാ. നിങ്ങൾ കേൾക്കൂ സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതാരാ? ആദ്യം സരിൻ ആരാ? CPM-ന്റെ നേതാവാണോ? സരിൻ കോൺഗ്രസ് നേതാവാ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്ന കരുതിയാളാ? ഇപ്പോഴുള്ള ഈ കണക്ക് എന്ന് പറയുന്നത് മറുപടിയാണ്. അല്ല, പെട്ടി കൂടി പറയൂ. ആ വഴിക്ക് എന്നെ പട്ടി സോറി ക്ഷമിക്കണം, പെട്ടിന്നാണ് ഉദ്ദേശിച്ചത്. ആ പെട്ടി വിവാദം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NN കൃഷ്ണദാസിനെ ഓർമ്മിക്കേണ്ടി അല്ലേ? അപ്പം പെട്ടിയുടെ വിവാദത്തിൽ ആരാ വിവാദം ഉണ്ടാക്കിയത്? ആരാ ടെലിഫോൺ കോൾ കൊടുത്തത്? ആരാണ് അറിയിച്ചത്? അതിനുശേഷം എന്താ സംഭവിച്ചത്? അത് മൂന്നാമത്തെ കാര്യമല്ലേ? ആരാണ് ഷാനിമിനെ പുറത്തുകൊണ്ട് വന്നത്? CPM. ആരാ ഷിഹാബുദ്ദീനെ കൊണ്ടുവന്നത്? ആരാ ബാസിയെ കൊണ്ടുവന്നത്? ആരാ 9 പേര് അങ്ങോട്ട് പുറത്തേക്ക് പോയി. എങ്ങനെ പോയേ? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുട്ടി സതീശൻ എന്ന് വിളിച്ചത്? ആരാ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറഞ്ഞതുപോലെ ത്രയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്? ആരാ? നിങ്ങളുടെ കോൺഗ്രസിൽ നിങ്ങളുടെ തന്നെ തള്ളി പറയുന്നുണ്ടോ? ആര് തള്ളി പറയാം? ഞാൻ തള്ളി പറയുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമണം നേരിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. അതിനുശേഷമാണ് CPM അത് ക്യാമ്പയിനായിട്ട് എടുക്കുന്നത്. കണ്ടില്ല, കോൺഗ്രസ് പുറത്തു വന്നവരാണ് പറഞ്ഞത്. ക്യാമ്പിനകത്ത് ഞാനും കേട്ടില്ല. രാഹുൽ അകത്തുനിന്നുകൊണ്ട് NN കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? പെട്ടി എടുത്ത് കളയാൻ പറഞ്ഞു. കോൺഗ്രസ് അല്ലല്ലോ, അത് CPM അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മൾ കണക്കിലേക്ക് വന്നാൽ 9281 വോട്ടുകൾക്ക് നിലവിൽ ചേലക്കരയിൽ UR പ്രദീപ് മുന്നിലാണ്. 1388 വോട്ടുകൾക്ക്. ഇതുവരെ ടീ ബ്രേക്ക് കഴിഞ്ഞില്ല. പാലക്കാട് ഇനി ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കൽവാനിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി ഗാവിദ് ജിവ പണ്ടു 4422 വോട്ടുകൾക്ക് മുന്നിലാണ്. ജിവ പണ്ടു ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിവ പണ്ടു ലീഡ് ചെയ്യുന്നത് 4400. പാണ്ഡു ജയിക്കുമെന്ന് പണ്ടേ അറിയാമായിരുന്നു. മഹാരാഷ്ട്രയിൽ ഒരു കനൽത്തരി വന്നിരിക്കുന്നു. നോക്കൂ സ്മൃതി, ഇത് കോൺഗ്രസിന് പാലക്കാട് ഗുണം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ സുജയ? പറയാൻ പറ്റും. കെ സുധാകരൻ അങ്ങനെ അവകാശപ്പെടുമ്പോൾ പിന്നെ നമുക്ക് മറിച്ച് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പോൾ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഓരോരുത്തരും അവരുടെ പക്ഷത്തെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരമഗീതം കുറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, ഒരേ വരികളോടെ പ്രതിപക്ഷ സംഘമാകെ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തുണ്ടാകുന്ന വിജയത്തിൽ ഒത്തുചേർന്ന ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.
7 റൗണ്ട് പൂർത്തിയായപ്പോൾ ചേലക്കര 63 ബാലകൃഷ്ണൻ 15,704, രമ്യ ഹരിദാസ് 27,782, സുധീർ 2,542. 2500 അതിന് വെള്ള അല്ലേ? 9,281 വോട്ടുകൾക്ക് ചേലക്കരയുടെ ചേലുള്ള CR പ്രദീപ് മുൻപിലാകുന്നു. സി കൃഷ്ണകുമാർ പിന്നിലാവുന്നു. പാലക്കാട് 1,388 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ. 2.5 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2,35,238 വോട്ടുകൾക്ക് വയനാട് ചുരം കയറി വന്ന പ്രിയങ്ക ഗാന്ധി തരംഗമായി മാറുന്നു. വയനാട്ടിൽ പ്രിയങ്ക തരംഗം എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. 2,30,000. അപ്പോൾ 3 ലക്ഷം കടക്കും. 3 ലക്ഷം കടല്ലേ? 4 ലക്ഷം ഒരു പരിധി വരെ കടന്നാൽ ഒരു 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം കിട്ടും. കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന, കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ആഹ്ലാദിക്കാവുന്ന ഒരു അപ്ഡേറ്റും പാലക്കാട് ടീ ബ്രേക്ക് ആണ്. ഇത്രയും വലിയ ടീ ബ്രേക്ക് പാലക്കാട് കൊടുത്തത് അനീതിയാണ്. കാരണം പ്രേക്ഷകർ കാത്തിരിക്കുക അല്ലേ? മാത്രമല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. ആ കണക്കുകൾ നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം 9,281 വോട്ടുകൾക്ക് ചേലക്കരയിൽ CPM സ്ഥാനാർത്ഥി CR പ്രദീപ് മുന്നിൽ. ഒപ്പം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുന്നിൽ. അതായത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. ഒന്നും സംഭവിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അതേസമയം സരിനെ ഇറക്കിക്കൊണ്ടുള്ള നീക്കം. രാധാകൃഷ്ണൻ വലിയൊരു 9 റൗണ്ട് പൂർത്തിയായപ്പോൾ 2,90,256 വോട്ട്. 2 ലക്ഷത്തിൽ പ്രിയങ്ക. ഓക്കെ, നോക്കൂ എന്താണ് കണക്കുകൾ പറയുന്നത്. അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായോ? നോക്കൂ, 7ാം റൗണ്ട് പാലക്കാട് പൂർത്തിയാകുമ്പോൾ UDF LDF വ്യത്യാസം 12,906 കേട്ടോ. നോക്കൂ, 12,000. നോക്കൂ, പറഞ്ഞോളൂ. ത്രികോണ മത്സരം പറയുമ്പോഴാണ് ഞാനിത് പറയുന്നത് കേട്ടോ. 7ാം റൗണ്ടിൽ പാലക്കാട് UDF LDF വ്യത്യാസം 12,906 കേട്ടോ. BJP LDF വ്യത്യാസം 11,591. BJPയുടെ തൊട്ടു പിറകിലല്ല LDF എന്നാണ് ഞാൻ താങ്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ ആകെ LDFിനുണ്ടായിരുന്ന വോട്ട് 15,000 വോട്ടായിരുന്നു. ഇപ്പോൾ അത് 11,000 വോട്ടായിട്ട് മാറി. എപ്പോൾ തന്നെ പകുതി എണ്ണുമ്പോഴേക്കും 11,000 മാറി. 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി 3 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിൽ 3 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. 3 ലക്ഷം വലിയ കുതിപ്പാണ്. 4 ലക്ഷത്തിലധികം. പ്രിയങ്ക 5 ലക്ഷത്തിലേക്ക് കടന്നു. 5 ലക്ഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. പ്രിയങ്ക തരംഗം എന്ന് തന്നെ എടുക്കാം. 5 ലക്ഷത്തിലേക്ക്. കോൺഗ്രസ് പറഞ്ഞതുപോലെ പ്രിയങ്ക തരംഗമാണ് വയനാട്ടിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരം കയറിയെത്തിയ പ്രിയങ്ക, ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൾക്ക് വയനാട് കൊടുത്ത സ്വീകരണം, ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഈ വയനാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കാൻ പോകുന്നു. പ്രിയങ്ക ആദ്യഘട്ടത്തിൽ ഈ വോട്ടെടുപ്പ് കുറയുമെന്നൊക്കെയുള്ള തോന്നലുണ്ടാകുമ്പോൾ ഭൂരിപക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ നമ്മൾ പ്രവചിച്ചു. പക്ഷേ ഇപ്പോൾ പകുതിയാകുമ്പോഴേക്ക് തന്നെ 3 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. 5 ലക്ഷത്തിനും മുകളിലേക്ക് പോയാൽ നമുക്ക് ഇനി അത്ഭുതപ്പെടേണ്ടതില്ല. കണക്കുകൾ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. പാലക്കാട്ടെ കണക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ ടീ ബ്രേക്കാണ്. ടീ ബ്രേക്കിലെ ഇപ്പോൾ കഴിയും. അതിനുശേഷം കൗണ്ടിങ് ആരംഭിക്കും. കൗണ്ടിങ് പിന്നിടുമ്പോൾ 6 റൗണ്ടുകൾ പൂർത്തിയല്ലേ പാലക്കാട്? സുജയ, 6 റൗണ്ടുകൾ പിന്നിടുമ്പോഴല്ലേ? അതെ. 7ാമത്തെ റൗണ്ടിലേക്ക് കടന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? 7ാമത്തെ റൗണ്ട് ആയിട്ടില്ലല്ലോ. 1,388 വോട്ടുകൾക്ക് രാഹുൽ 7 കഴിഞ്ഞു. 8ാമത്തേതിലേക്ക് കടന്നു. 8ാമത്തെ റൗണ്ടിലേക്ക് അല്ലേ? 99ാമത്തെ ബൂത്ത് മുതൽ 8ാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ പഞ്ചായത്ത് കയറും അല്ലേ? വീണ്ടും ഉയർന്നിരിക്കുന്നു UDFന്റെ ലീഡ് നില. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 1425. രാഹുൽ വീണ്ടും പുലിക്കുട്ടിയാവുന്നു. 1425 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നില ഉയർത്തി. 8ാം റൗണ്ടിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് എണ്ണി തുടങ്ങും. പകുതിയുണ്ട് പഞ്ചായത്ത് കാര്യം. 8ാമത്തെ റൗണ്ടിൽ 6 മണ്ഡലങ്ങൾ 6 വാർഡുകൾ മാത്രമാണ് നഗരസഭയുടെ. മൊത്തത്തിൽ UDFന്റെ വോട്ട് 28,062, NDA 26,637, LDF 15,146. 13,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് LDFും UDFും തമ്മിൽ എന്നുള്ളതാണ്. ഇനി അന്തരം കുറയുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ 28,000 വോട്ടുകൾ ഇതിനകം തന്നെ ആയിക്കഴിഞ്ഞാൽ ഇനി ഒരു 20,000 വോട്ടുകൾ കൂടി പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേടാൻ കഴിയും. അങ്ങനെ വന്നാൽ 48,000 49,000 വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടും. ആ ഘട്ടത്തിൽ സരിൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സരിൻ 3ാം സ്ഥാനത്ത് പോകും എന്നാണ് നമ്മൾ ഇന്നലെ പ്രഡിക്ട് ചെയ്തത്. പിടിക്കുമോ വോട്ടെന്നുള്ളതാണ്. അതെ, പിരായിരിയിൽ പക്ഷേ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അത് UDFന്റെ ശക്തി കേന്ദ്രമാണ്, UDFന്റെ കോട്ടയാണ്. ആ കോട്ട UDF ഇപ്പോൾ 28,062 വോട്ടുകൾ, NDA
26,637 വോട്ടുകൾ, LDF 15,146. വ്യത്യാസം 1425. രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലേക്ക് കടന്നതിന് ശേഷം 1425 നിൽക്കുന്നു. 1425 എത്തിയിട്ടുണ്ട്. ചെറിയ കണക്കല്ല, അത് പിരായിരിയിലേക്ക് കടക്കുമ്പോഴാണ്. പിരായിരിയിൽ 6000 സംതിങ് അല്ലേ കഴിഞ്ഞ ലീഡ്. ഇതുവരെ ത്രികോണ മത്സരത്തിന്റെ ഒരു സൂചനകളുമില്ല. നിലവിൽ പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ LDF നില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലല്ലോ ത്രികോണ മത്സരം എന്ന് എത്ര പോൾ ചെയ്ത വോട്ട്? മൊത്തം പോൾ ചെയ്ത് 1,37,000. 1,37,000. അപ്പൊ ഇപ്പം 50, 60, 68, 69,000 വോട്ട് എണ്ണി കഴിഞ്ഞു. ഏകദേശം പാതി. 62,000 വോട്ട് വരുന്ന ഈ 3 പഞ്ചായത്ത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ NDയുടെ വോട്ട് ക്രമാനുഗതമായി കുറയും, പകരം LDFന്റെയും BJPയുടെയും വോട്ട് കൂടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ LDFന്റെയും വോട്ട് കൂടും. അതെ, UDFന്റെ വയനാട്ടിലെ കഥ നോക്കിയാൽ വയനാട്ടിൽ LDFന്റെ വോട്ടൊന്ന് നോക്കണം കേട്ടോ. വയനാട് 1 ലക്ഷം പോലും LDFന് തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. മൊത്തം വോട്ട് വയനാട്ടിൽ 1 ലക്ഷം പോലും LDFന്. വയനാട്ടിലെ കണക്കൊന്ന് പറയാമോ? വയനാട്ടിലെ LDFന് 1 ലക്ഷം വോട്ടുകൾ പോലും ഇതുവരെയും തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആയോ? 1,08,000 വോട്ടുകൾ മാത്രമാണ് മൊത്തം കിട്ടിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പൊതുവെ UDFന്റെ പ്രകടനം വളരെ മെച്ചമാണ്. എല്ലാ തുപ്രചരണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ UDF വിജയത്തിലേക്ക് എത്തി. ചേലക്കരയിൽ LDFന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും UDFന്റെ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. കണക്ക് വ്യക്തമാണല്ലോ, തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ. പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും. ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് താരതമ്യപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട്. അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10-38,000 അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ 3,60,000 മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത്, കൂടുതൽ വോട്ട് കിട്ടാനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂലമാണ്. പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ആക്ഷേപം ഉയർന്നിരുന്നു. അതിനൊക്കെ തിരിച്ചടിയാണോ ഇപ്പോഴുള്ള ഫലം? അതെ, തിരിച്ചടി തന്നെയാണ്. കാരണം BJP കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ BJP ഉള്ളൂ. അവിടെ 9,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 900 വോട്ട് പോലും ലീഡുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. BJPയുടെ വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെന്നിക്കൊടി പറത്തി. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് ഈ റിസൾട്ട് 3 സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് UDFന് മെച്ചമാണ്. സാങ്കേതികമായി ഇപ്പോൾ ചേലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ 3 ഇരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിയട്ടെ, എന്നിട്ട് ബാക്കി പറയാം. കണക്കുകളും വരികയാണ്. 3,500 വോട്ടിന്റെ ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാമത്തെ റൗണ്ടിൽ നേടിയിരിക്കുന്നത്. പിരായിരിയിലേക്ക് കടക്കുമ്പോൾ പിരായിരി രാഷ്ട്രീയ സ്വഭാവം വ്യക്തമാക്കുന്നു. പകുതി നോക്കൂ, വലിയ ട്രെൻഡാണ്. രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ ഭൂരിപക്ഷമാണ് എന്നതിന്റെ ട്രെൻഡ് വരുന്നു. 3,500 വോട്ടിന്റെ ഭൂരിപക്ഷം 8ാമത്തെ റൗണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനിക്കുമ്പോൾ മൊത്തം 5,000 വോട്ടിന്റെ ലീഡിലേക്ക് 5,258. NDAക്ക് 1,703 ഉള്ളൂ. LDFന് അവിടെ LDF ആണ് രണ്ടാമത് 2,888. പിരായിരിയിൽ നേരെ പകുതി UDFന് കിട്ടിയതിന്റെ നേരെ പകുതി മാത്രമേ LDFന് സ്വന്തമാക്കാൻ. UR പ്രദീപ് 10,000 കടന്നു. ചേലക്കരയിൽ 8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 10,291 വോട്ടിന്റെ ലീഡായിരിക്കുകയാണ് UR പ്രദീപിന്. ചേലക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിയാണ്. LDF ആണ് മുന്നണി. അതെ, 10,000 കടന്നു. എത്ര റൗണ്ട്? 8 റൗണ്ട് കഴിയുമ്പോൾ ഇനി അവിടെ 5 റൗണ്ടുകൾ കൂടിയുണ്ട്. അതെ, 2016 കിട്ടിയതുപോലെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് സമർപ്പിക്കും. അതായത് 2016 കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതെ, അതിന് സമർപ്പിക്കുന്നു. 2016 10,200 വോട്ടുകളാണ് UR പ്രദീപിന് കിട്ടിയത്. അതിനെ മറികടന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ. അതെ,
10,291 വോട്ടുകളാണ്. അതെ, 10,291 വോട്ടിന് 8 റൗണ്ടിൽ തന്നെ നടന്നിരിക്കുന്നു. ഇനി 8ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ എത്തിയാൽ നോക്കൂ, കണക്കുകൾ പ്രകാരം പാലക്കാട് 3,500 വോട്ടുകളുടെ ലീഡാണ്. അത് കണക്കിൽ നമുക്ക് 4,980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 4,980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ 4,980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 5,000-ലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൈഡ് എഫക്ട് ഇല്ല. രാഹുൽ ലീഡ് 5,000-ലേക്ക് കടക്കുന്നു. 4,980. അപ്പുറത്ത് ചേലക്കരയിൽ 10,010 വോട്ടിന്റെ മുന്നേറ്റമാണ് 8ാം റൗണ്ട് തീരുമ്പോൾ. അതായത് UDFന്റെ ലീഡ് 4,980, കഷ്ടിച്ച് 20 വോട്ടിന്റെ വ്യത്യാസം മാത്രം 5,000 വോട്ടിന്റെ ലീഡിലേക്ക്. ഇനി തുടങ്ങിയിട്ടില്ല. കോട്ടമൈതാനം മുതൽ അല്ലെ, വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ പലരും ഓടുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണുക. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൈപിടിച്ചുയരുകയാണ്. താമര വിരിഞ്ഞിരുന്ന എല്ലാ ഇടങ്ങളിലും കൈകൾക്ക് ശക്തി പകരുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താമരയെ പോറ്റിയവർ കൈപിടിക്കുന്ന കാഴ്ച കാണുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ, കൊട്ടകൊത്തളങ്ങളെല്ലാം ഇടിഞ്ഞു. ഇതിന് പലരും മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും പലരും മറുപടി പറയേണ്ടി വരും. ആ കണക്കുകൾ പ്രേക്ഷകർക്ക് കാണാം. ലീഡ് 5,000-ലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 5,000-ലേക്ക് എത്തുന്നു. BJPക്ക് ഒപ്പമുണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവസാന നിമിഷത്തിൽ ട്രാക്ടറിൽ കയറിയിരുന്ന ഒരു നേതാവിലേക്കും ഇതെത്താൻ സാധ്യതയുണ്ട്. നോക്കൂ, ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. BJPയുടെ പരാജയത്തിന് പലരും മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ്. രാഹുൽ 5,000-ലേക്ക് ലീഡ്. ഇനി മത്സരം ലീഡ് 4,000 കടന്നു എന്നുള്ളതാണ് കണക്ക്. രാഹുലും മുനിസിപ്പാലിറ്റിയിലെ ലീഡ് 4,000 ഉണ്ടോ? അത് നോക്കണം. അങ്ങനെ ഒരു കണക്കുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ ലീഡ് 4,000 കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഉണ്ട്. 14 ബൂത്തിൽ 7 ബൂത്തേ ഉള്ളൂ. ബാക്കി 7 ബൂത്ത് പിരായിരിയാണ്. 4,000 കടന്നു. 4,000. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ 4,000-ന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ BJPയുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് അവിടെ UDF മുന്നേറ്റം എന്നുള്ളത് തന്നെയാണ്. BJPയുടെ അടിത്തറ ഇളക്കിയിരിക്കുന്നു അവിടെ UDF എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിലും വലിയ കാര്യമല്ലേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ ലീഡ് എത്രേന്റെ ലീഡാ? 3,600 വോട്ടിന്റെ ലീഡ് അല്ലേ? ചെറിയ കളിയല്ല. പാലക്കാടിന്റെ ചരിത്രത്തിലാദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. നോക്കൂ, ലീഡ് 10,000 കളയുന്നു. 2016 17,000-ന്റെ നോക്കൂ, ഇനി മത്സരം വരാൻ പോകുന്നത് UR പ്രദീപും ചേലക്കരയിലെ ഭൂരിപക്ഷമാണോ കൂടുക, അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഭൂരിപക്ഷമാണോ കൂടുക എന്നതാണ് കൗതുകകരമായ കളി. അപ്പൊ ഇനി കളിയെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായിട്ട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരിക്കുന്നു. UR പ്രദീപ്, പാലക്കാട് UDF, വയനാട്. പക്ഷേ ചേലക്കരയും പാലക്കാടും തമ്മിൽ പ്രചാരണത്തിൽ ഒരു കമ്പാരിസണും ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. പ്രചാരണത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇരുമുന്നണികളും വരുന്നത്, കോൺഗ്രസിനെതിരെ വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആ ആക്രമണത്തിലാണ് ഇപ്പോൾ രാഹുൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 4,900